നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ വിലങ്ങ് വീഴാൻ രാഹുൽ തന്നെ സമ്മതിക്കുമോ? ചോദ്യം ഉയരുകയാണ്. അതായത് മറ്റെന്തെങ്കിലും നീക്കം രാഹുലിനുണ്ടോ? അതായത് ഈ ഒരു അറസ്റ്റ് അതിനു മുന്നേ തന്നെ കോടതിയിൽ കീഴടങ്ങുക എന്നൊരു ഉദ്ദേശം രാഹുലിനുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഒരു ചോദ്യം ഉയരുന്നത്. എന്തായാലും ഇന്ന് നിർണായക വിധി, അല്പസമയത്തിനകം വിധി വരും. അതിനു മുന്നേ രാഹുലിന്റെ ഭാഗത്തു നിന്നും കീഴടങ്ങുക എന്നൊരു നീക്കം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ 8ാം ദിവസവും ഒളിവിലാണ്. രാഹുലിനെ തേടി പ്രത്യേക അന്വേഷണ സംഘം വയനാട് കർണാടക അതിർത്തിയിൽ എത്തിയിരുന്നു. രാഹുൽ ഒളിച്ചു താമസിച്ച സ്ഥലങ്ങളിൽ നിന്ന് അന്വേഷണ സംഘം എത്തുന്നതിന് തൊട്ടു മുമ്പ് രക്ഷപ്പെട്ടു. അത്തരത്തിലൊരു സംശയം പോലീസിനുണ്ട്. അതായത് ഇത്തരത്തിൽ പോലീസിൽ നിന്ന് ആരെങ്കിലും രാഹുലിനെ സഹായിക്കുന്നുണ്ടോ, ഈ പോലീസ് എത്തുന്ന വിവരം ആരെങ്കിലും കൈമാറുന്നുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ, ഒരു സംശയമൊക്കെ നിലവിൽ ഉയർന്നിരുന്നു. പോലീസിൽ നിന്ന് രാഹുലിന് വിവരം ചോരുന്നുണ്ടോ എന്നായിരുന്നു സംശയം ഉയർന്നത്. SITയുടെ നീക്കങ്ങൾ പൂർണ്ണമായും രഹസ്യ സ്വഭാവത്തിലാകണമെന്നായിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചത്. കർണാടകയിൽ രാഹുലിന് വ്യാപക തിരച്ചിലാണ് നടത്തിയത്. കഴിഞ്ഞ ദിവസം ബാഗല്ലൂരിലെ ഒരു കേന്ദ്രത്തിൽ രാഹുൽ എത്തിയ വിവരത്തിൽ വീട് വളഞ്ഞ് പരിശോധന നടന്നിരുന്നു. രാഹുൽ എന്തായാലും കോടതിയിൽ കീഴടങ്ങുമെന്ന അഭ്യൂഹം ശക്തമാണ്. ഈ ഒരു പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കോടതിയിൽ കീഴടങ്ങുക എന്ന ഒരു നീക്കത്തിലേക്ക് രാഹുൽ കടക്കുന്നുണ്ടെന്ന വിവരവും പുറത്തുവരികയാണ്. അതേസമയം രാഹുലിനെതിരായ അച്ചടക്ക നടപടിയിൽ കോൺഗ്രസിൽ അമർഷം പുകയുകയാണ്. കോടതി തീരുമാനം കാക്കുന്നതിൽ ഒരു വിഭാഗം അതൃപ്തി രേഖപ്പെടുത്തി. അതായത് കോടതിയുടെ ഒരു തീരുമാനം വന്ന ശേഷം രാഹുലിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കാം എന്നൊരു തീരുമാനത്തിലാണ് നേതൃത്വമായിരിക്കുന്നത്. പക്ഷെ ഒരു വിഭാഗത്തെ ഈ തീരുമാനം അതൃപ്തിപ്പെടുത്തിയിരിക്കുകയാണ്. നേരത്തെയുള്ള നടപടിയാണ് രാഷ്ട്രീയ നേട്ടം എന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, കോടതി വിധി വരട്ടെ എന്ന നിലപാടിലാണ് KPCC നേതൃത്വം. വിധി നോക്കിയായിരിക്കും പുറത്താക്കലിൽ തീരുമാനമെടുക്കുക എന്ന് കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇന്ന് രാഹുലിന് നിർണായകമായ ദിനം. വിധി വരും. അതുപോലെ തന്നെ രാഹുലിനെ പുറത്താക്കുമോ നേതൃത്വം എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. രാഹുലിന് രണ്ടും ഒന്നിച്ച് തന്നെയായിരിക്കും. വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും രാഹുലിന് വലിയൊരു കുരുക്ക് മുറുകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2ാമത്തെ കേസിൽ KPCCക്ക് പരാതി നൽകിയ യുവതിയുടെ വിശദാംശങ്ങൾ പോലീസിന് കിട്ടി. അയൽ സംസ്ഥാനത്തുള്ള യുവതിയുടെ മൊഴിയെടുക്കാനുള്ള തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. സുഹൃത്തിന്റെ സഹായത്തോടെയാണ് യുവതി KPCCക്ക് പരാതി അയച്ചത്. പരാതിക്കാരി മൊഴിയിൽ ഉറച്ചു നിന്നാൽ രാഹുലിന് കുരുക്കുമുറുകും. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം പറയും. 2ാമത്തെ ബലാത്സംഗത്തിന്റെ FIR പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകും. രാഹുൽ സ്ത്രീകളെ സ്ഥിരമായി ശല്യം ചെയ്യുന്ന വ്യക്തിയാണെന്ന് പ്രോസിക്യൂഷൻ വാദിക്കും. മാത്രമല്ല, ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടാകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. പ്രോസിക്യൂഷൻ ഇന്ന് ഹാജരാക്കുന്ന പുതിയ തെളിവ് പരിശോധിച്ച് വാദം കേട്ടിട്ടാണ് വിധി വരിക. ഇന്നലെ 1.5 മണിക്കൂറോളമാണ് പ്രതിഭാഗവും പ്രോസിക്യൂഷൻ കോടതിയിൽ അടച്ചിട്ട മുറിയിൽ വാദം നടത്തിയത്. യുവതിയെ നിരന്തരം പീഡിപ്പിച്ചെന്നും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ പരാതിക്ക് പിന്നിൽ CPM BJP രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നായിരുന്നു രാഹുലിന്റെ വാദം. തന്റെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടതിലും ഗൂഢാലോചന ഉണ്ടെന്നും യുവതിയുടെ സമ്മതത്തോടെയാണ് ഗർഭചിത്രം നടന്നതെന്നുമായിരുന്നു രാഹുൽ ഉന്നയിച്ച വാദം. എന്തായാലും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ രാഹുലിന്റെ വിധി അറിയാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.